ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗോൾഡൻ സ്പാരോയ്ക്ക് സ്വാഗതം. ഗായ്സ്, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ ഉണ്ട്. നിങ്ങൾ ഞെട്ടുന്ന രീതിയിലുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് കാണിച്ചു. ഇവിടെ ഇന്നലത്തെ കാറ്റത്തും മഴയത്തും നടന്ന സംഭവമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പുറത്തെ വേളയിൽ നടന്ന സംഭവമാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇല്ലേ ഗൈസ്, നോക്കൂ ഗൈസ്, ആ മരം നോക്ക്, തുണ്ടമായി പോയ പോലെ. ഇത് മുറിച്ചതോ വെട്ടാത്തി വെച്ച് മുറിച്ച പോലെ. മിന്നൽ കൊണ്ടാണ് സത്യത്തിൽ ഇത് പോയെന്ന് പറയൂ ഗൈസ്. പക്ഷെ ഇത് കാറ്റ് കൊണ്ടാണ് ഇളവി പോയത്. ഇവിടെ ഒരു ചില്ല കിടക്കുന്നുണ്ടോ? മരച്ചില്ല. ഇതാണ് മരക്കൊമ്പ്, കണ്ടില്ലേ ഗൈസ്? ഇവിടെ ഒരു മരക്കൊമ്പ്, അവിടെയും ഒരു മരക്കൊമ്പ്. ഇവിടെ കണ്ടില്ലേ ഒരു തെങ്ങും ഒരു മരവും കൂടി അങ്ങ് കിടക്കുകയാണ്. അത് തൂങ്ങി ആടുകയാണ്, ഉല്ലാസമാടി ഗൈസ്. അങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എപ്പോൾ കാറ്റ് വരുമെന്ന് അറിയത്തില്ല. എപ്പോൾ കാറ്റ് വരുമ്പോൾ അത് വീഴുമെന്നും അറിയത്തില്ല ഗൈസ്. അങ്ങനത്തെ രീതിയിലാണ്. ഇത് എൻ്റെ വീട്ടിൻ്റെ പിറകുവശത്തുള്ള വിളയാണിത്, കണ്ടില്ലേ ഗൈസ്? നോക്കൂ ഗൈസ്, എൻ്റെ വയണ മരം ഞങ്ങൾ വെട്ടാന്ന് പറഞ്ഞിരുന്നതാണ്. കാറ്റങ്ങ് വെട്ടി അപ്പുറത്തെ വിളയെ കൊണ്ടുതന്നെ ഇട്ടു. നോക്കൂ ഗൈസ്, അതിൻ്റെ ഇലയാണ് കണ്ടില്ലേ ഗൈസ്? ഇതാണ് പാവം ആ മരം അല്ലേ ഗൈസ്? നമുക്ക് അടുത്ത ആ വാഴ കണ്ടില്ലേ ഗൈസ്? ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നത് 2 വാഴകൾ. നമ്മളുടെ ഇങ്ങോട്ടാണ് ചാഞ്ഞ് നിൽക്കുന്നത്. അവിടെ ആ എല്ലാ കുഞ്ഞു മരങ്ങളും വലിയ മരങ്ങളും എല്ലാ വീടുകളിലും ഇങ്ങനെ കാറ്റടിച്ച് ഓടുകയും ചെയ്യും. എന്ത് ചെയ്യും? ഇങ്ങനെ ഒടിഞ്ഞ് മലന്നൊക്കെ വീഴും. അങ്ങനെ ഈ ഭാഗ്യത്തിന് ഈ കുഞ്ഞു പൂക്കൾക്ക് മാത്രം ഒന്നും പറ്റിയില്ല ഗൈസ് എന്നാണ് പറയേണ്ടത്. ഇവന്മാർ മാത്രം ചരിഞ്ഞൊന്നുമില്ല ഗൈസ്. ഈ വാഴയും വലിയ മരങ്ങളൊക്കെയാണ് ചാഞ്ഞു പോയത്. ആ നല്ല പൂവ് മാത്രമൊന്നും ചാഞ്ഞൊന്നുമില്ല. എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്. നോക്ക് ഗൈസ്, കണ്ടില്ലേ? ഇങ്ങനത്തെയൊക്കെ ഉണ്ട്. നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടാകുമോ? എന്നാൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കുമല്ലേ ഇങ്ങനെയൊക്കെ പോകുന്നത് കാണുന്നത്. ഇനി നമുക്ക് സിംബയൊന്ന് കണ്ടാലോ? ഇതാണ് എൻ്റെ സിംബ. കുഞ്ഞു കണ്ടില്ലേ? എൻ്റെ സിംബ കയറി നിൽക്കും അല്ലേ? സിംബ പൊണ്ണു സിംബയാണ് എൻ്റെ.